കാഴ്ചകൾ കണ്ട് കണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കേരളമാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകും. വാഴകളും തെങ്ങുകളും, എന്തിനേറെ പറയുന്നു കണിക്കൊന്നകൾ പോലും സമൃദ്ധമായി പൂത്തു നിൽക്കുന്നു. ചൂടിനെ പ്രതിരോധിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കരിമ്പും ജ്യൂസും കോക്കും ജ്യൂസും കുടിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, എന്നാൽ നമ്മൾക്ക് യാതൊരു വിലയുമില്ലാത്ത പല പഴങ്ങളും കായ്കളുമൊക്കെ ഇവിടെ കൊച്ചു കൊച്ചു സ്റ്റോളുകളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം അവയെ മുറിച്ച് അതിലേക്ക് ഒരു മസാലപ്പൊടി വിതറി തരും. അങ്ങനെ ഞങ്ങൾ നക്ഷത്രപ്പുളിയാണ് പറഞ്ഞത്. ഒരു ഇലയിലേക്ക് നക്ഷത്രപ്പുളി കഷ്ണങ്ങളിട്ട് ഒരു മസാലയും വിതറി തന്നു. നല്ല അടിപൊളി സ്വാദായിരുന്നു. പിന്നെ ഗോവയിൽ വരുമ്പോൾ അവിടുത്തെ പേട അതെന്തായാലും വാങ്ങിച്ചിരിക്കണം. ഒരു വെറൈറ്റി സാധനമാണ്. അപ്പോഴും ചൂടിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു.